സുഹൃത്തുക്കളെ, സന്തോഷത്തിലാണ് കേട്ടോ. ഇന്നലെയും ഒരാട് പ്രസവിച്ചു, ഇന്നും ഒരാട് പ്രസവിച്ചു. ഈ രണ്ട് കുട്ടികൾ നമ്മുടെ ആട് കൃഷിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ മെയിൻ വരുമാന മാർഗമായിട്ടുള്ള ഒന്നാണ് ആട് കൃഷി. പശുവുണ്ട്, ഒരു 10-30ഓളം ആടുകൾ ഇവിടെ ഉണ്ട്. ഞാൻ പറയാം ഇതിന് ഒരു ATM എന്ന് പറയാം. നമുക്ക് അത്യാവശ്യമാകുമ്പോൾ ഒരാടിനൊക്കെ വിറ്റ അത്യാവശ്യങ്ങളൊക്കെ നിറവേറും. ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും ഇവർ പ്രസവിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഈ ആട് കൃഷിയെ നമുക്ക് എന്ത് ചെയ്യണം, മെച്ചപ്പെടുത്താനും നല്ലൊരു വരുമാന മാർഗ്ഗമാക്കാനും കഴിയും. പിന്നെ ആടിൻ്റെ പാല് കിട്ടാം, അത് കറക്കാൻ വേണ്ടി വേറെ ഇവർ കുഞ്ഞല്ലേ, വേറെ കുറേ ആടിൻ്റെ പാലുകൾ, ഒരാടിൻ്റെ പാല് അതിൻ്റെ കുട്ടികൾ ഇപ്പോൾ കുടിക്കൽ മാറ്റി നല്ല പാലുണ്ട്. അത് ഡെയിലി നമ്മൾ കുറച്ചെങ്കിലും പാല് കുടിക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ആട്ടുംപാൽ സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ വന്ന 2 ഉണ്ണിക്കുട്ടികളാണ്, ആൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഫേസ്ബുക്കിലും വാട്സപ്പിൽ ഇരിക്കുകയെന്ന് കുറേ ആൾക്കാർ പറയും. അപ്പോൾ നമ്മളെ ആടാണ്. അത്യാവശ്യം പാലൊക്കെ കുടിച്ചില്ലേ, ഇനി നമുക്ക് സുന്ദരമായിട്ട് അവിടെ കിടന്നുറങ്ങാം കേട്ടോ. കുറച്ച് നേരം കിടന്നുറങ്ങാം, എന്നിട്ട് പിന്നെയും പാല് തരാം കേട്ടോ. നമ്മൾ ആടുകൾക്ക് പഴം കൊടുക്കും കേട്ടോ. ഇത് കുറച്ച് ചെറുതാണ്, വലുതായാലും കൊടുക്കും, വലിയ പഴമായാലും. ഇക്കാ ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട്, പശുവിന് കെട്ടഴിച്ചിട്ട് കൊടുക്കുക. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ പോട്ടെ, ബായ്. ഇവിടെ മലബാർ ഇനാണ് കൂടുതലുള്ളത്. അതിന് അത്ര അസുഖങ്ങളൊന്നും വരാത്തതുകൊണ്ട് അതാണ് നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്നത്. നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. എല്ലാവരും കൃഷി ചെയ്യുക, ഒരാടെങ്കിലും. ഓക്കെ.